കണ്ടിരിക്കാൻ പറ്റിയ ഒരു കണ്ടിരിക്കും അവിടെ എങ്ങനെ തീരുമെന്ന് അറിയാനായിട്ട് എൻഗേജ്ഡ് ആണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലേ? സീറ്റ് അടിച്ച് ഇതാണല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു തലം. ഗേൾസിനെ കാണുമ്പോൾ ചിലപ്പോൾ അത് നോർമൽ ആയിരിക്കും, ബോയ്സിന് പെട്ടെന്ന് റിലേറ്റബിൾ ആണ്. ഇതുവരെ എങ്ങനെയുണ്ട് പടം? നല്ലൊരു എൻഗേജിംഗ് ആണോ പടം? എൻഗേജിംഗ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു സർവൈവൽ സ്റ്റോറിയാണ്, പക്ഷേ വേറെ റേഞ്ച്. ബിജിഎം സൗണ്ട്സ് എല്ലാം അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്, പിന്നെ അതുപോലെ തന്നെ സെറ്റാണ്, പടം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് മഞ്ഞുമ്മൽ? എങ്ങനെയുണ്ട്? നല്ല പടമാണ്. ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. കണ്ടിരിക്കാൻ പറ്റിയാണ്. പിന്നെ നന്നായിട്ട് കണ്ടിരിക്കാൻ നമുക്ക് നല്ല പടം. എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ. പടം കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. സുശീഷാമിന്റെ ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. മേക്കിംഗ് ഒക്കെ ബ്രോ, പടം എങ്ങനെയുണ്ട്? പടം നല്ലതാണ്. നല്ലതാണ്. എന്റർടൈൻമെന്റ് ആണോ? എന്റർടൈൻമെന്റ് അല്ല, അതൊരു റെസ്ക്യൂ മിഷനാണ്. ആണല്ലേ? ശ്രീനാഥ് വാസിയും സൗബിനും അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാം നല്ലതാണ്, പക്ഷെ അവർ രണ്ടുപേരും എടുത്ത് സർവൈവത്തിൻ്റെതാണ്. നമുക്ക് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഭയങ്കര എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് റെസ്ക്യൂയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എൻഗേജിങ് ആണ് പടം. ഓക്കെ, താങ്ക് യു. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എന്റർടൈൻമെന്റ് ആണോ പടം? എന്റർടൈൻമെന്റ്, സർവൈവൽ ത്രില്ലർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൈപ്പാണോ? ഓക്കെ, ബ്രോ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ബാക്ക്ഗ്രൗണ്ട് പൊളിച്ച്. കിടില. മേക്കിംഗ് എങ്ങനെയുണ്ട്? മേക്കിംഗ് അടിപൊളി. മേക്കിംഗ് കിട്ടില്ല. തിയേറ്ററുകളിൽ ഇനിയിപ്പം ഓടിക്കോളൂ. റിവ്യൂ പറയോ? കിടിലം പടം. എങ്ങനെയുണ്ട്? നമ്മുടെ ഇപ്പം മറ്റേ പടം ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ കഴിഞ്ഞ പടം ജാനമൻ. രണ്ട് ജോണറല്ലേ? വേറെ ജോണാണ്. അപ്പം കണ്ടിരിക്കാൻ പറ്റിയാണോ? തീർച്ചയായിട്ടും. മ്യൂസിക് എങ്ങനെയുണ്ട്? ബിജിഎം കൊള്ളാം, അടിപൊളിയാ. സർവൈവലിന് വേണ്ട എല്ലാം ഉണ്ട്. നൈസാണ്. എന്നുവെച്ചാൽ നല്ല ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം. മറ്റേ സൗബിനെ എല്ലാവരുടെ ആക്ടിങ്ങും പരിപാടിയൊക്കെ എങ്ങനെയാണ്? നൈസാണ്. ഓക്കെ, താങ്ക് യു. പടം ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഒരു കണ്ടിരിക്കാൻ പറ്റിയ ഒരു കണ്ടിരിക്കും അവിടെ എങ്ങനെ തീരുമെന്ന് അറിയാനായിട്ട് എൻഗേജ്ഡ് ആണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലേ? സീറ്റ് അടിച്ച് ഇതാണല്ലേ? മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? ബീജം ഒക്കെ അടാർ ബീജമാണ്. സുശീഷാമിന്റെ ബീജിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, വിളിച്ചെടുക്കും. ഫുള്ളി എന്റർടൈൻമെന്റ് മീഡിയ. മൊത്തത്തിൽ ഇപ്പം കുറേ പടങ്ങൾ ഇറങ്ങിയല്ലോ, പ്രേംലു പോലെയുള്ള കുറച്ചേറെ പടങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ തിയേറ്ററിൽ കീഴടക്കാൻ വന്നൊരു പടം ആണോ? നല്ലോണം ആൾ കയറാൻ ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകി എടുത്തേക്കുന്ന ഒരു ചിത്രമാണല്ലേ? നിങ്ങൾക്ക് എന്താണ് കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ് ആയിട്ട് തോന്നി? ഒരു പുതിയൊരു അതായത് മലയാള സിനിമയെ വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു പടമായിരിക്കും മഞ്ഞുമൽ. റിയലിസ്റ്റിക് ആണ്. നമുക്ക് എന്താ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു തലം. ഗേൾസിനെ കാണുമ്പോൾ ചിലപ്പോൾ അത് നോർമൽ ആയിരിക്കും, ബോയ്സിന് പെട്ടെന്ന് റിലേറ്റബിൾ ആണ്. ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു സാധനമാണല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു. നല്ല പടം. നല്ലൊരു ഇപ്പം എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ല, നമ്മളെ മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? മ്യൂസിക് വേറെ സാധനം, ഇതുവരെ കാണാത്തൊരു ഒരു സർവൈവൽ സാധനമാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല പടം. എല്ലാവരും നല്ല ഐഡിയ ആയിട്ടുണ്ട്. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ പടം? തിയേറ്റർ വാച്ച് തന്നെ. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. മസ്റ്റ് വാച്ച്. ഓക്കെ.